വണക്കം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു വമ്പൻ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ഈ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയത് ഉമർ നബി എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ തീവ്രവാദിയാണ്. ജിഹാദി എന്ന് പറയുന്ന വാക്കൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ ഇയാൾ ഒരു ജിഹാദിയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇനി അടുത്തതായിട്ട് ഈ ബോംബ് ബ്ലാസ്റ്റ് നമ്മുടെ രാജ്യത്തിനകത്ത് കയറി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് നടത്തിയത് ആരാണ് എന്ന ചോദ്യത്തിന് പാകിസ്ഥാനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന, പാകിസ്ഥാൻ ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇത് പാകിസ്ഥാനാണ് എന്ന് പറയാൻ തക്ക തെളിവുകൾ നമുക്ക് ശേഖരിക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇത് പാകിസ്ഥാനാണ് നടത്തിയത് എന്നതിനുള്ള തെളിവുകൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ വയ്ക്കണം. അങ്ങനെ വച്ചു കഴിഞ്ഞാൽ മാത്രമേ പാകിസ്ഥാനിലേക്കൊരു ഡയറക്റ്റ് അറ്റാക്ക് ഇന്ത്യക്ക് നടത്താനായി സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് അറ്റാക്ക് മാത്രമേ പാകിസ്ഥാനിലേക്ക് നമുക്ക് നടത്താനായി സാധിക്കുകയുള്ളൂ. ഇൻഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ആക്രമണത്തിന് ശേഷം ഡൽഹിയിലെ ഈ ഉമർ നബി എന്ന് പറയുന്ന വ്യക്തിയും കൂട്ടാളികളും ചേർന്ന് നടത്തിയ ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇതൊരു ചാവേർ ആക്രമണമാണ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പോലീസ് പറയുന്നത് ചാവേർ ആക്രമണത്തിൻ്റെ ഒരു സ്വഭാവം ഇതിനില്ല. ചാവേർ ആക്രമണം യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല നടക്കുന്നത്. ചാവേർ ആക്രമണത്തിൻ്റെ സ്വഭാവം ഇതിനില്ല എന്ന് മാത്രമല്ല, ഇത് കൃത്യമായിട്ട് ബോംബുണ്ടാക്കി ബോംബ് സ്ഫോടനത്തിലൂടെ ജനങ്ങളെ കൊല്ലാനുള്ള പദ്ധതിയായിരുന്നു. പോരാത്തതിന് ബോംബ് സ്ഫോടനത്തിലൂടെ മാത്രമല്ല, അതിമാരകമായിട്ടുള്ള വിഷം ഈ അൽ-ഫല ആശുപത്രി ഉണ്ടല്ലോ, ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ ഈ ലാബിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പല ദേശീയ മാധ്യമങ്ങളും പറയുന്നത്. അതായത് ഈ ആവണക്കണ്ണയുടെ എന്തോ ഒരു കിടിപിടിയൊക്കെ ചേർത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ഈ സാധനത്തിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഗുട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദികൾക്കാണ് കേട്ടോ. ഗുട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 50 ml അല്ലെങ്കിൽ ഒരു 75 ml ഒക്കെ മതി. ഒരു 3-4 ലക്ഷം പേര് ഒറ്റയടിക്ക് അങ്ങ് മരിക്കും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് അമ്പലത്തിലെ പ്രസാദങ്ങളിലോ മറ്റോ ഒക്കെ കലർത്തി കഴിഞ്ഞാൽ ഇവരുടെ ആവശ്യം ഈ ബോംബ് സ്ഫോടനത്തിലൂടെ അല്ലാതെ മാസീവായിട്ട് നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഡോക്ടർമാരാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിന് ശേഷം ഇത് കണ്ടെത്തി കഴിഞ്ഞ ശേഷം നമ്മുടെ പോലീസ് ഇത് കണ്ടെത്തുന്നു. പോലീസ് കണ്ടെത്തിയപ്പോൾ ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് പാനിക് സിറ്റുവേഷനിൽ ഇയാൾ ചെയ്തതാകാം. കാരണം ഇയാളിപ്പോൾ നമ്മുടെ മുമ്പിലില്ല ചോദ്യം ചെയ്യാൻ. അതുകൊണ്ടാണ് പോലീസ് പറയുന്നത് ഇയാൾ ചെയ്തതാകാം. അങ്ങനെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിന് ശേഷം നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അയൽ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം തുർക്കി നമ്മുടെ അയൽ രാജ്യമല്ല എങ്കിലും ഏകദേശം അയൽ രാജ്യങ്ങൾക്കും അപ്പുറമുള്ള യൂറോപ്യൻ രാജ്യമായിട്ടുള്ള നാറ്റോയിൽ അംഗമായിട്ടുള്ള തുർക്കിക്ക് പോലും എന്താണ് സംഭവിച്ചത്? യാദൃശ്ചികമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇന്ത്യയിലെ ഡൽഹി ബ്ലാസ്റ്റിന് ശേഷമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. തുർക്കിയിൽ കഴിഞ്ഞ ദിവസം ഒരു വിമാനം തകർന്നു വീണു. ഈ വിമാനം സൈനിക ചരക്ക് വിമാനമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ കോപ്പറേറ്റ് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും കാണിക്കാത്ത കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നെ. എനിക്ക് ഒരു മടിയില്ല ഇതൊന്നും കാണിക്കാൻ. ചില ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ദൃശ്യങ്ങളൊന്നും കാണിക്കാത്തതെന്ന്. ഈ ജോർജിയ അസർബൈജാൻ അതിർത്തിയിലാണ് ഈ തുർക്കിയുടെ വിമാനം തകർന്നു വീണത്. എന്താണ് കാരണം എന്നുള്ള ചോദ്യത്തിന് കാരണം അജ്ഞാതമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പോരാത്തതിന് 20 സൈനികരാണ് മരിച്ചത്. ഈ ചരക്ക് വിമാനം എങ്ങോട്ട് പോവുകയായിരുന്നു? ഈ ചരക്ക് വിമാനത്തിലെ സൈനിക ഉരുപ്പടികൾ ആർക്ക് കൊടുക്കാനുള്ളതായിരുന്നു? കാരണം ഈ തുർക്കി സാധാരണ പാകിസ്ഥാന് ഹ്യൂജായിട്ട് ആംസ് സപ്ലൈ ചെയ്യുന്ന ഒരു ടീമാണ് തുർക്കി എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. അപ്പോൾ പല മാധ്യമങ്ങളും ഇപ്പോൾ തന്നെ കോൺസ്പിറസി തിയറികൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇത് പാകിസ്ഥാന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള. കാരണം പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇന്ത്യയിലൊരു സ്ഫോടനം നടന്നല്ലോ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടുമില്ല. ഇനി ഒരു സ്ഫോടനം വല്ലതും ഉണ്ടായാൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ചെറിയൊരു അനക്കം ഉണ്ടായാൽ കയറി അടിക്കുമെന്ന് പാകിസ്ഥാൻ അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ പല രാജ്യങ്ങളിൽ നിന്നും സഹായം തേടുകയും ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായി പറഞ്ഞതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വന്നതാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ തുർക്കി വിമാനം ഈ ജോർജിയ അസർബൈജാൻ ബോർഡറിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് അടിച്ചിടുന്നതെന്ന്. അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുർക്കിയെ ഒതുക്കാനായിട്ട് നമ്മൾ അവിടെ 3 രാജ്യങ്ങളുമായിട്ടാണ് ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് അർമേനിയ. നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ നമ്മൾ അർമേനിയയ്ക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ രാജ്യമെന്ന് പറയുന്നത് ഗ്രീസ്, മൂന്നാമത് സൈപ്രസ്. ഈ തുർക്കിയുടെ സ്വാതന്ത്ര്യത്തിനോ അങ്ങനെ എന്തോ ഒരു കിടിപിടി വന്നപ്പോൾ ഇവിടെ
ഉള്ള തുർക്കിയുടെ ഹൈക്കമ്മീഷൻ ഓഫീസിൽ ഇന്ത്യക്കാരും ഇന്ത്യക്കാരെ വിളിച്ചിരുന്നു. ഇന്ത്യക്കാരും പോയില്ല. പോകാത്തത് മാത്രമല്ല, ആ സമയത്ത് അതേ ദിവസം തന്നെ നമ്മൾ സൈപ്രസിൻ്റെ FM-നെ ഇവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തു. അതിനുശേഷം വലിയ പ്രതിരോധ കരാറൊക്കെ ഒപ്പിട്ടതിന് ശേഷമാണ് നമ്മൾ പുള്ളിക്കാരനെ തിരിച്ചയച്ചത്. സൈപ്രസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയിട്ട് സുഖോയ് വേണോ, ബ്രഹ്മോസും കൂടെ പിടിപ്പിച്ച് അങ്ങോട്ട് തരാം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചുറ്റും ഗ്രീസ്, സൈപ്രസ്, അർമേനിയ, ഇതിന് ചുറ്റും നമ്മുടെ ഒരു വലിയ ആയുധശേഖരം, ഒരു ആയുധപ്പുര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും കേൾക്കും. കാരണം ഗ്രീസുമായിട്ടൊക്കെ നമ്മൾ സംയുക്ത സൈനികാഭ്യാസം നടത്തിയപ്പോൾ നമ്മുടെ ത്രിഖണ്ഡ് എന്ന് പറഞ്ഞ കപ്പൽ തുർക്കിയുടെ കപ്പലിനെയൊക്കെ ഓട്ടിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ പല പല വാർത്തകളും ആധികാരികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കും. കാരണം അവരുടെ പൊതു ശത്രുവാണ് ഈ തുർക്കി എന്ന് പറയുന്നത്, നമ്മുടെയും ശത്രുവാണ് തുർക്കി എന്ന് പറയുന്നത്. അപ്പോൾ യവനെ അടിച്ചൊതുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആവശ്യത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഇനി തുർക്കിയുടെ കേസ് നമുക്ക് മാറ്റി നിർത്താം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഒരു ചെയിൻ ഓഫ് അറ്റാക്കാണ് നടന്നുകൊണ്ടിരുന്നത്. ഒരു ചെയിൻ ഓഫ് അറ്റാക്ക്. ഇപ്പോൾ ഒരു കലാപവും പാകിസ്ഥാനി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 28 മാസമായി ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ പാകിസ്ഥാനിലുള്ള ഉദ്യോഗസ്ഥർ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, അതായത് 28 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. 27ാമത്തെ മാസം അവർ പുറത്തിറങ്ങിയിട്ടില്ല. 28ാമത്തെ മാസം ഇന്ത്യയിൽ ബ്ലാസ്റ്റ് നടന്ന അടുത്ത ദിവസമാണ് അവർ തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന് മുമ്പ് ഇസ്ലാമാബാദ് അറിയാം, പാകിസ്ഥാൻ്റെ ഹേർട്ട് ലാൻഡാണ് ഇസ്ലാമാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെയാണ് പാകിസ്ഥാൻ കുറച്ച് സ്വസ്ഥമായിട്ട് പാകിസ്ഥാൻകാർ ജീവിച്ചു പോകുന്നത്. അതായത് ഈ പലസ്തീനും ഗസയും പോലെ. അതായത് ഈ പലസ്തീനിലെ വെസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്താണ് ആൾക്കാർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. ഈ ഗസ എന്ന് പറഞ്ഞ ഒരു സ്ട്രിപ്പാണ്. അപ്പോൾ അവിടെയാണ് ഈ അടിയും പിടിയൊക്കെ നടക്കുന്നത്. ഈ വെസ്റ്റ് ലാൻഡിലോട്ട് ഇതുവരെ വലിയ രീതിയിലുള്ള ആക്രമണമൊന്നും ഇസ്രായേൽ നടത്തിയിട്ടില്ല. ഇനി നടത്താൻ പോകുന്നുണ്ടോ എന്നും അറിയില്ല. അതുപോലെ ഈ പാകിസ്ഥാനിലെ ഹേർട്ട് ലാൻഡാണ് ഈ കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഒരു ആക്രമണം ഇതുവരെ നടത്താനായിട്ട് ആരും ധൈര്യപ്പെട്ടിട്ടില്ല എന്നല്ല, അങ്ങനെ നടത്തിയിട്ടില്ല. കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ടീമുകളാണ്. പിന്നെ അവിടെയാണ് ഈ ഭരണസിരാ കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. ഈ ഖൈബർ പഖ്തൂൺഖ, പിന്നെ ഈ പാക് അധീന കശ്മീർ, പിന്നെ ഈ ബലോചിസ്ഥാൻ, പിന്നെ താഴെയുള്ള സിന്ധ്, ഇവിടെയുള്ള ആൾക്കാരൊക്കെയാണ് ദുരിതം അനുഭവിക്കുന്നത്. ഇവർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത്. അതുകൊണ്ട് അവിടെയാണ് എപ്പോഴും ആക്രമണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്ലാമാബാദ് കോടതിക്ക് മുമ്പിൽ ഒരു വമ്പൻ സ്ഫോടനം ഉണ്ടായി. സമാനമായിട്ടുള്ള രീതി, അതായത് ഇന്ത്യയിൽ എങ്ങനെയാണോ ബോംബ് സ്ഫോടനം ഉണ്ടായത് അതുപോലുള്ള രീതിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി. ആ ബോംബ് സ്ഫോടനം ഉണ്ടായതിന് ശേഷം പാകിസ്ഥാൻ വലുതായിട്ട് പാനിക്കായിട്ട് പാകിസ്ഥാൻ്റെ മന്ത്രിയായിട്ടുള്ള ഖവാജ ആസിഫ് ഇതിനു പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറഞ്ഞു. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമത്തെ കാര്യം, ആ ബോംബ് സ്ഫോടനത്തിൽ 15ഓളം പേർ മരിക്കുകയും 20ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ താലിബാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് പിന്നീട് ഇയാൾ പറഞ്ഞു. താലിബാൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ താലിബാൻ്റെ സുഹൃത്താണല്ലോ. പോരാത്തതിന് നമ്മൾ 20 കോടി ബ്രഹ്മോസ് അയക്കുന്നതിനെക്കാട്ടിൽ 20 കോടി രൂപയുടെ ബ്രഹ്മോസ് അയക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് എളുപ്പം 10 കിലോ അരി താലിബാന് കൊടുക്കുന്നതാണ്. കാരണം അവന്മാർ കയറി അടിച്ചോളും. അതുകൊണ്ട് അങ്ങനെ ഒരു പദ്ധതി അതിനകത്തുണ്ടോ എന്നുള്ള കാര്യവും പല ആൾക്കാരും, പല പ്രതിരോധ വിദഗ്ധന്മാരും, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, ഈ പ്രതിരോധ വിദഗ്ധന്മാർ, അങ്ങനെയുള്ള ആൾക്കാരും പറയുന്നുണ്ട്. അടുത്തത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ തീവെപ്പ് തുടങ്ങി. എന്തിനാണ് തീ വയ്ക്കുന്നത്? ഈ ബംഗ്ലാദേശിൽ നമ്മുടെ മുഹമ്മദ് യൂനിസ് ഒരു ഓർഡർ പുറത്തുവിട്ടു. അതായത് ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ത്യയിൽ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷമാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. ഈ ഓർഡർ പുറത്തു വന്ന ശേഷം ഈ ബംഗ്ലാദേശിൽ വലിയ തീവെപ്പുണ്ട്. എന്താണ് ഓർഡർ? അതായത് ഇനി മുതൽ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും അടക്കമുള്ള പല പ്രദേശങ്ങളിലും സംഗീതത്തിനും കായിക വിനോദത്തിനുമായിട്ട് നമ്മൾ നിയമനം നടത്തുന്നില്ല. സംഗീതം ഹറാമാക്കി കളഞ്ഞു. നോബൽ കിട്ടിയ ചെറ്റയാണവൻ. ആര്? മുഹമ്മദ് യൂനിസ്. ഇവനാണ് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അവൻ പറയുകയാണ് സംഗീത ഹറാമാണെന്ന്. ഇവിടെ നമ്മുടെ കേരളത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെയാണ് ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. സംഗീതം കേട്ട് ഏതെങ്കിലും ഒരാൾ നന്നായെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിക്കും. അങ്ങനെയാണെങ്കിൽ കുറേ പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി ഭയങ്കര എതിർപ്പാണ് ഈ സംഗീതത്തിനൊക്കെ എതിരെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവനൊരു ഉത്തരവിറക്കി ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കാൻ. നാട്ടുകാരെല്ലാം കൂടെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലായി തീവെപ്പും കലാപവും തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പോരാത്തതിന് പാകിസ്ഥാനിൽ നടന്നതുപോലെ ബംഗ്ലാദേശിൽ 12 ഇടങ്ങളിലാണ് ബോംബ് ബ്ലാസ്റ്റുകൾ ഉണ്ടായത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല.
എങ്ങനെ സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ അജ്ഞാതന്മാരാണ് ചെയ്യുന്നത് എന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിലും അങ്ങകലെ കിടക്കുന്ന തുർക്കിയിലും നടന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞാൽ, അതിപ്പോൾ തെളിവ് കിട്ടിയാൽ പാകിസ്ഥാനെ നമ്മൾ കയറി അടിക്കും, ഒരു സംശയം വേണ്ട. അടി എന്നൊക്കെ പറഞ്ഞാൽ ഇനി പാകിസ്ഥാൻ മാഞ്ഞു പോകുന്ന രീതിയിലുള്ള അടിയായിരിക്കും നമ്മൾ അടിക്കാൻ പോകുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ബോംബാക്രമണം നടത്തിയ ആൾക്കാരെ പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരെ എന്ത് ചെയ്യും, എന്ത് വില കൊടുത്തും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പുള്ളി പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു വിധ സംശയമില്ല. ഇനി അടുത്തതായിട്ട്, ഇനി തെളിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തെളിവില്ലെങ്കിൽ അവിടെയും നമ്മൾ തെളിവില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അത് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സന്നാഹവും ഇന്ന് നമ്മുടെ രാജ്യത്തിനുണ്ട്. അതായത് തുർക്കിയെ അടിക്കണമെങ്കിൽ പോലും അതിനടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു അടി ഉണ്ടാവും എന്ന് പറഞ്ഞാണ് അവർ പേടിച്ച് പറിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കാര്യം കൃത്യമായി അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ ഒരു 500 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 500 അംഗ അമിത്ഷായാണ് രൂപീകരിച്ചത്. ഈ 500 അംഗ സംഘം എന്ന് പറയുമ്പോൾ ഈ IG, NST, സ്പെഷ്യൽ പോലീസ്, ലോക്കൽ സെല്ല്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഇവരിൽ പ്രധാനപ്പെട്ട ആൾക്കാർ, അതായത് നല്ല കരിയർ ഗ്രാഫുള്ള ആൾക്കാരെ പിക്ക് ചെയ്തെടുത്തിട്ട് ഇവരോടാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അന്വേഷിക്കണം. ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഫരീദാബാദ് എന്ന് പറഞ്ഞാൽ മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ 1000 പട്ടാളക്കാരെയാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയത്. വ്യാപകമായിട്ട് റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. ജമ്മു കാശ്മീരിലടക്കം വ്യാപകമായിട്ടുള്ള റെയ്ഡ്. കാരണം ഇതിനൊരു അവസാനം വേണമല്ലോ. ഇതിനൊരു അവസാനം ഉണ്ടാകില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഭീകരവാദത്തെ നമ്മളെങ്ങനെ അവസാനിപ്പിക്കും? ഭീകരവാദത്തെ അവസാനിപ്പിക്കണമെങ്കിൽ ചൈന അവലംബിച്ച വഴി അവലംബിക്കണം. ചൈന ഉയ്ഗൂർ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും, പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ ചൈന അവലംബിച്ച ആ രീതി നമുക്ക് അവലംബിക്കാൻ പറ്റില്ല. ഭീകരവാദത്തെ നമുക്ക് അവസാനിപ്പിക്കുകയും വേണം. ഇതിന് ഒരു പെർമനൻ്റ് സൊല്യൂഷൻ എന്തായിരുന്നാലും ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടാകും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരി.